ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് കൂൺ മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. കൂൺ ഏത് തരത്തിലുള്ള കൂൺ കിട്ടുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ബട്ടൺ മഷ്റൂംസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബട്ടൺ മഷ്റൂംസിൻ്റെ തൊലിയൊക്കെ നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്താൽ കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത പോർഷനും ഈ തണ്ടും ഒന്നും കളയേണ്ട കാര്യമില്ല. നമുക്കതെല്ലാം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അതെല്ലാം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. ഇതങ്ങ് വേവിച്ച് കഴിയുമ്പം ഇതങ്ങ് കുറഞ്ഞോളും. അങ്ങനെ പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക, കടുക്, അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉള്ളിയാണോ സവോളയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതും ആഡ് ചെയ്ത്, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും കൂടെ ആഡ് ചെയ്ത് സവാള നന്നായി വഴറ്റിയെടുക്കുക. വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. കൂൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം. ഫ്ലെയിം കൂട്ടി ഒരു 3 മിനിറ്റ് നമ്മളിങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളം എളുപ്പത്തിൽ ഇറങ്ങി ഇത് എളുപ്പം വെള്ളം പറ്റിപ്പോവാൻ വേണ്ടിയാണ്. അങ്ങനെ വെള്ളമെല്ലാം ഒരു പറ്റി കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പും കുരുമുളക് പൊടിയും നമ്മൾ ഇടണം. അതാണ് മെയിനായിട്ടും ഇതിന് വേണ്ടത്. ഇപ്പോഴും ഫ്ലെയിം കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇങ്ങനെ ചൂടോടെ കഴിക്കുന്നതാണ് കൂണ് ഏറ്റവും നല്ലത്. Please subscribe.